ഏതാണ് തോന്നിയിട്ടുള്ളത് ഒരു ഒരാളുടെ നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര ഫിക്ഷണൽ ആയിട്ട് തോന്നിയിട്ടുള്ള നോൺ ഫിക്ഷൻ ഏതാണ്? നോൺ ഫിക്ഷൻ ആണ്, പക്ഷെ അതിന് ഫിക്ഷൻ അങ്ങനെ ഒന്ന് പറയേണ്ട രണ്ട് പുസ്തകങ്ങൾ ഞാൻ പറയാം. അതായത് ഒരേ ടൈപ്പ് ഓഫ് പുസ്തകങ്ങളാണ്, അത് ഹിസ്റ്ററിയാണ് ശരിക്ക്. അതായത് ആനോ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടാ, GR എന്തുവാ, സെയിം സാധനം തന്നെ. എലിഫ് ഷഫാഖിന്റെ തുർക്കി റൈറ്ററായ എലിഫ് ഷഫാഖിന്റെ ഒരു പുസ്തകമുണ്ട്, അപ്രന്റീസ് ഓഫ് ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. ഇത് രണ്ടിലും കഥാപാത്രമായിട്ട് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു ആനയാണ്. ഒന്ന് കൊച്ചിയിൽ നിന്ന് മാനുവൽ രാജാവിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ആനയും, രണ്ട് മറ്റേ ഹുമയൂൺ രാജാവ് തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യം സുലൈമാൻ സുൽത്താനിന് കൊടുക്കുന്ന ഒരു ആനയാണ് കഥ. ഇത് രണ്ടും ചരിത്രത്തിലുള്ളതാണ് ഇത്. പക്ഷെ രണ്ടും ചരിത്രമാണോ ഫിക്ഷൻ ആണോ എന്ന് മനസ്സിലാവാത്ത രൂപം ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത്. പക്ഷെ അതില് ഞാനൊരു വിയോജിപ്പ് പറഞ്ഞോട്ടെ. ഇപ്പൊ GR ഇന്ദുഗോപന്റെ ആനോ മറ്റേ ഖണ്ഡശായിട്ടുള്ള പറയില്ല, പുസ്തകമായിട്ട് ഇറങ്ങിയപ്പോ വായിച്ചാണ്. ആ പുസ്തകത്തില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഥർ അവകാശപ്പെടുന്നത് അതിന്റെ ഈ കൊച്ചിയും ഡച്ചും അങ്ങനത്തെ സാധനങ്ങളും പറങ്കികളുടെ യുദ്ധവും ഒക്കെ, പിന്നെ ഈ വൻകരകൾ തേടിപ്പോയിട്ടുള്ള ആൾക്കാരും, പിന്നെ ഈ മറ്റേ അമേരിക്കോ വെസ്പുജിയും മറ്റേ വാസ്കോഡ ഗാമയൊക്കെ ബന്ധുക്കളായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അദ്ദേഹം അവകാശപ്പെടുന്ന അതിലുള്ള ഫിക്ഷണൽ എലമെന്റ് ഇല്ലാത്ത നോൺ ഫിക്ഷണൽ സാധനം അതിൽ ആനപ്പാപ്പാനും ആണെന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സാധനത്തിനോട് അത്ര നീതി പുലർത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആനയുടെ പേരാണ് കേശവൻ, ആനപ്പാപ്പാന്റെ പേരാണ് കേശവൻ. പാപ്പാന്റെ പേര് എന്തായിക്കോട്ടെ, തൽക്കാലം ഒരു പാപ്പാൻ. അപ്പൊ ഈ പാപ്പാൻ അദ്ദേഹത്തിന് ഈ നാട്ടിലുണ്ടായിരുന്ന ജാതി വെറിയും വർണ്ണവിവേചനവും ഒക്കെ കണ്ട് മനമെടുത്തിട്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള സ്ഥലത്തിനാണ് അദ്ദേഹം പോകുന്നത് മാനുവൽ രാജാവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കൊല്ലാൻ വേണ്ടി പോയിട്ട് പിന്നെ അദ്ദേഹം അവിടുന്ന് പലതരത്തിലുള്ള ഇതൊക്കെ ആക്കി ഈ ഇവിടുത്തെ സാഹചര്യമൊക്കെ മാറി. പിന്നെ കൊല്ലാൻ വാടക കൊലയാളിനെ അയച്ച ആ സംഘം ഇല്ല. അപ്പൊ അത് പക്ഷെ ഇയാൾ അറിയില്ല. പക്ഷെ ഇയാൾ അപ്പൊ ഒക്കെ ഇയാൾ ഇങ്ങനെ പോർച്ചുഗീസിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങൾ നല്ല എന്നുള്ളത് പറയുന്ന കൂടെ തന്നെ പോർച്ചുഗീസിൽ അന്ന് ജൂതന്മാരെ കണ്ടമാനം ജിനോസൈഡ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. അപ്പോ ഒരു പുസ്തകത്തിൽ തന്നെ ഒരാള് ഒരു സമയത്ത് ഇതിനെ എതിർത്ത് പറയുമ്പോ തന്നെ അതേ കഥാപാത്രത്തിന് തന്നെ മറ്റേ സ്ഥാനത്ത് അത് പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ആനപ്പാപ്പൻ അവിടെ പോർച്ചുഗീസിൽ എത്തിയപ്പോ മാർപ്പാപ്പയ്ക്ക് കൊടുക്കാനുള്ള ആനയുടെ പാപ്പനായതുകൊണ്ട് അയാൾ ഒരു വരേണ്യ വർഗത്തിന്റെ ഒരാളായി മാറി. പക്ഷെ നാട്ടിൽ അയാള് ഒരു എനിക്കൊന്ന് ചെത്തുതൊഴിലാളി അങ്ങനത്തെ എന്തോ അല്ലെങ്കിൽ ഒരു ഈഴവ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പൊ ഈ കഥാപാത്രത്തിന്റെ ആ ഒരു നിർമ്മിതി ഉണ്ടല്ലോ, ആ നിർമ്മിതിയിൽ എന്തോ എനിക്കൊരു ഇതുള്ളതായിട്ട് തോന്നി. പക്ഷെ ആ കഥ പറഞ്ഞു പോകുന്നത് മാർപ്പാപ്പയുടെ ആനപ്പാപ്പാനായതുകൊണ്ട് തന്നെയാണ് അയാളുടെ ജീവൻ അതുവരെ നിലനിൽക്കുന്നത്. മാർപ്പാപ്പ മരിക്കുന്നതോടുകൂടി അയാളുടെ ജീവൻ അതായത് മാർപ്പാപ്പനോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഈ ആനയുമായാണ് മാർപ്പാപ്പന്റെ ജീവൻ നിൽക്കുന്നതെന്നും ഇവനൊക്കെ പാപ്പാനോട് പറയുന്നത് കേശവൻ എന്ന ആനയുമായി കണക്ട് ചെയ്താണ് നിന്റെ ജീവിതം. ആന ചത്തു കഴിഞ്ഞാൽ കേശവൻ ഇല്ല, കേശവൻ ചത്തു കഴിഞ്ഞാല് പാപ്പാനും ഇല്ല, മാർപ്പാപ്പ പോയി കഴിഞ്ഞാൽ ഇവര് രണ്ടും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞെന്താ വെച്ചാൽ. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം നാട്ടിലെ ജാതി വെറിയിനോട് ഇത്രയും ഇതായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ എത്തും അതൊക്കെ മറന്നുപോയിട്ട് അതൊരു ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഞാൻ പറയാം. അല്ല, അത് മറന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ കഥാപാത്രം അവിടെ എത്തുന്ന സമയത്ത് കഥാപാത്രത്തിന്റെ ഉള്ളിലുള്ള മനോവികാരം എന്ന് പറയുന്നത് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അല്ല, അതായത് നമ്മള് സിറ്റുവേഷൻ അല്ലേ, ഹിപ്പോക്രസി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഡബിൾ സ്റ്റാൻഡേർഡ് എന്നുള്ളത്. അത് നമ്മൾ കുറച്ച് കാണുന്ന, അതായത് ഒരാളുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആയിട്ട് കാണുന്ന എല്ലാവരിലും ഇതുണ്ട്. അതൊരു എഴുത്തുകാരനും ഉണ്ടാവില്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും അത് നമ്മുടെ ഉള്ളില് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ സംഭവിക്കുന്ന ഒരു സാധനമില്ലേ, നമ്മൾ ഇവിടുന്ന് വിദേശ കൺട്രികളിലേക്ക് പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ സ്വഭാവം എൻ്റർലി മാറുന്ന നമ്മൾ ഒരു കൾച്ചറിന്റെ ഭാഗമാവും. അതെ, അതെ, അത് സ്വാതി പറഞ്ഞതുപോലെ അത് ഉള്ളിൽ കിടക്കും. ഞാൻ പറഞ്ഞ ഈ കഥാപാത്രം അവിടെയുള്ള ജാതീയതയെ കുറിച്ച്, അവിടെയുള്ള ഈ നീഗ്രോസിനെ കുറിച്ചും ഇതായുള്ള യഹൂദരെ കുറിച്ചും ഒക്കെ ആശങ്കപ്പെടുമ്പോൾ അയാൾ അതിനേക്കാൾ വലുത് എന്തോ ആണ്
സ്വന്തം ദേശത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ്. പക്ഷെ അതിനെ കുറിച്ച് ഇങ്ങനെ മാത്രമാണ്. ഫിക്ഷണൽ എലിമെന്റ് ഇല്ലാതെ അത് വായിക്കാനും നമുക്ക് പറ്റില്ല. താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം പല നോൺ ഫിക്ഷൻ സാധനങ്ങളും ഫിക്ഷൻ എലിമെന്റ് ഉള്ളത് കൊണ്ട് റീഡബിലിറ്റി വരുന്നതും ഫിക്ഷണൽ എലിമെന്റ് ഇല്ലാത്തതുകൊണ്ട് റീഡബിലിറ്റി ഇല്ലാതാവുന്നതും. പിന്നെ നമ്മള് സെയിം പാറ്റേൺ ആണെങ്കിൽ കൂടി എലിഫ് ഷഫാഖിന്റെ പുസ്തകം ഇങ്ങനെയല്ല, ജാതിയോ ഇതൊന്നുമല്ല. അത് വേറൊരു കൈൻഡ് ഓഫ് ഇതിലാണ്. ആർക്കുകളുടെ ഒരു മനോഹാരിത ശരിക്കും കാണിക്കുന്നൊരു, തുർക്കിയിൽ ഉണ്ടാക്കിയ മോണിമെന്റ്സുകൾ എങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ ബാക്കിലുള്ള പ്രണയവും മറ്റേ യുദ്ധങ്ങളും ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ഇവിടുന്ന് കൊണ്ടുവന്ന പാപ്പാന് സുലൈമാൻ രാജാവിന്റെ മകളായിട്ട് പ്രണയത്തിലാവുന്നുണ്ട്. ആ പ്രണയമൊക്കെ ശരിക്കും ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര രസമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ അവലംബിച്ച് എഴുതിയ നോവലാണ് ഇതെന്ന് ആൾക്കാർ. അത് ഓൾറെഡി അതല്ല ആനോന്റെ, വന്നാൽ അങ്ങനെയും പറയാം. പക്ഷെ അല്ല, ആനോന്റെ ബാക്കിൽ ഇന്ദുഗോപൻ എഴുതിയിട്ടുണ്ട് ഇത് ഇറങ്ങിയതിന്റെ ശേഷം ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് അതിന്റെതെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നോൺ ഫിക്ഷണൽ എലമെന്റ്സ് കുറച്ചും കൂടെ ഈസിലി മനുഷ്യരുടെ ഉള്ളിലോട്ട് ഗ്രാസ്പ് ചെയ്യാൻ ഫിക്ഷണൽ എലമെന്റിന്റെ സഹായം നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകൾ എന്നുള്ള ഒരു സെഗ്മെന്റിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമ്പോൾ ഓരോ എഴുത്തുകാരുടെയും എഴുത്തുകളിനേക്കാളും അവർ പറയുന്ന രീതികളായിരിക്കും. നമുക്കിപ്പോ എലിഫ് ഷഫാഖിന്റെതും ഇപ്പൊ നമുക്ക് ലോക്കലി ഉള്ള ഒരു റൈറ്ററുടെയും എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുക അവരുടെ എക്സ്പോജർ, അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇൻഫ്ലുവൻസ് എപ്പോഴും പോവാൻ കൂടുതൽ ആളിലേക്കായിരിക്കും. അത് എഴുത്തുകാരനെ സ്വാധീനിക്കുന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പം ആടുജീവിതത്തിൽ മരുഭൂമിയെ കുറിച്ചുള്ള ഒരു ചെറിയ നെറേറ്റീവ് ആയിട്ടുള്ള 2 പാരഗ്രാഫിൽ മാത്രമാണ് റോഡ് ടു മക്ക ഇട്ടുള്ള ഒരു കമ്പാരിസൺ ഇത് വരുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒരു തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ, നമുക്ക് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ അതിലെ വാചക ഘടനകളൊക്കെ വരുന്നുണ്ട്. അപ്പോ ചിലതൊക്കെ ഇപ്പൊ ഫോക്ക് സ്റ്റോറീസിനെ കുറിച്ച് പറയുന്നത്, ലോകത്ത് വിവിധ രാജ്യങ്ങളിലുള്ള ഫോക്ക് സ്റ്റോറീസിനൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാക്കാതെ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കരിയിലെ മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞ കഥയ്ക്ക് പശ്ചാത്തലം മാറ്റിയാൽ മതി. ചൈനീസ് വർഷം, പക്ഷെ അത് റഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? നമ്മൾ പറയും നമ്മുടെ നാട്ടിലെ കരിയില കൂടുതലുള്ളത് എന്നുള്ളൊരു രാജ്യം. അതെ, സെയിം കഥയെ പശ്ചാത്തലം മാറ്റി കഴിഞ്ഞാൽ പുതിയൊരു കഥ എനിക്ക്. ഈ കുഞ്ഞു കഥകള്, ഈ വലിയ ഭാഷകൾ പോലും കുഞ്ഞു കഥകൾ അഡാപ്റ്റ് ചെയ്തിട്ട് സെയിം ആവുന്ന പോലെ ചിലപ്പോ ചെറിയ ചെറിയ മനുഷ്യന്മാര് മറ്റുള്ളവരുടെ കുറച്ചൊക്കെ ഇൻസ്പയർഡ് ആവുന്നു.